എല്ലാവർക്കും സുഖമല്ലേ? ഹെൽമിലുള്ള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. അപ്പോൾ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ പണിക്കാരുണ്ടെന്ന്. അപ്പോൾ ഇന്നും ഉണ്ട്. അന്നത്തേതിനകത്ത് ഞാൻ കാണിച്ചായിരുന്നു, ഞാൻ അത്യാവശ്യം ഇഡലിയോ ദോശയോ ഉണ്ടാക്കാനായിട്ട് അരിയും ഉഴുന്നുമൊക്കെ വെള്ളത്തിൽ ഇടുന്നത് കാണിച്ചില്ലായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഇഡലി ഉണ്ടാക്കാനായിട്ട് ഇഡലി പാത്രമൊക്കെ എടുത്തതാ വെച്ചിട്ടുണ്ട്. ഇഡലി ആകുമ്പോൾ പെട്ടെന്ന് സംഭവം തീരുമല്ലോ. ഇഡലിയും കടലക്കറിയും ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ രാത്രി കടല വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കടലക്കറി വെക്കാനായിട്ട്. അപ്പോൾ ഇനി നാളെ പണി കാണുമെന്നറിയില്ല, കാരണം സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ആക്കിയിട്ടുണ്ട്. 2-3 ദിവസം ഇനി അവർ അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ പെർമിഷനൊക്കെ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെയും മറ്റന്നാളും മിക്കവാറും പണി കാണാൻ ചാൻസ് ഇല്ല കേട്ടോ. അതൊന്ന് തീർന്ന് കിട്ടിയായിരുന്നേ ഞാൻ രക്ഷപ്പെട്ടേനും. കാരണം ആകെ അങ്ങ് വല്ലാതെ കിടക്കുവാണെന്നുണ്ടെങ്കിൽ ആ ഫ്രണ്ടിൽ കിടന്ന തടിയൊക്കെ കൊണ്ടുപോയി അറപ്പിച്ചുകൊണ്ട് വന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ നല്ല തടിയുണ്ട്, അതിനകത്ത് വിറവിന് വേണ്ടി യൂസ് ചെയ്യാനുള്ളതുകൊണ്ട് അതൊക്കെ കാർപോർച്ചിൽ ഇങ്ങനെ ഇട്ടേക്കും. അതെല്ലാം ഇനി അടുക്കി പെറുക്കി വെക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ കളിയിൽ ശരിയായെങ്കിലേ പറ്റത്തുള്ളൂ. അതിൻ്റെ കൂടെ മഴയും എല്ലാം കൊണ്ടും വല്ലാത്ത അവസ്ഥയാണ്. പിന്നെന്താ, മഴയെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. മഴയും നമുക്ക് ആവശ്യമാണ്, വെയിലും ആവശ്യമാണ്, എല്ലാം ആവശ്യമാണ്. അപ്പോൾ എൻ്റെ ഗ്രോ ബാഗിനകത്ത് വഴുതനയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഒരു സൈഡിലോട്ടൊക്കെ പറമ്പിലോട്ടൊക്കെ എടുത്ത് മാറ്റി വെച്ചിരിക്കുക. അവിടെ സൈഡിലൊക്കെ കുറേ പാറയില്ലായിരുന്നു, പാറ പണിക്കാർക്ക് ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് സൈഡിൽ നിന്ന് എടുത്തുകൊണ്ടേ ഇരിക്കുക. എന്തായാലും എനിക്ക് തോന്നുന്നു ഇനി ഒന്നേന്ന് എനിക്ക് തുടങ്ങേണ്ടി വരും എല്ലാം. കാരണം എല്ലാ പണിയും കഴിഞ്ഞിട്ട് കൃഷി സംബന്ധമായിട്ടാണെങ്കിലും എല്ലാം നല്ല രീതിയിൽ തുടങ്ങിയേ പറ്റത്തുള്ളൂ. കാരണം അതുപോലെ മോശമായിട്ട് കിടക്കുമല്ലേ മുറ്റം മൊത്തം. മഴ പെയ്യുമ്പോഴാണെങ്കിലും കുറച്ച് സൈഡിൽ കൂടെ വെള്ളം പോകുന്നു, കുറച്ച് സൈഡിൽ കൂടെ പോകുന്നില്ല. അതെല്ലാം ശരിയാക്കണമെങ്കിൽ നല്ല കുറച്ച് പണിയുണ്ട്. അപ്പോൾ എന്തായാലും അരി ഉഴുന്നും വെള്ളത്തിൽ ഇട്ടപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ടായിരുന്നേ. കാരണം എത്ര പേർക്ക് കൊടുക്കേണ്ടി വരുമെന്നറിയില്ല. ആരൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരുന്നില്ല അവർക്കൊക്കെ കൊടുക്കണം. അത് മാത്രമല്ല, ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാലും എനിക്ക് പിറ്റേന്നത്തേക്കും യൂസ് ചെയ്യാമല്ലോ. അങ്ങനെ ചിന്തിക്കാൻ കാര്യം ഇവിടെ കറണ്ടിൻ്റെ കാര്യത്തിൽ യാതൊരു ഭരോസയുമില്ല. മിക്കവാറും വൈകിട്ടുള്ള ദിവസങ്ങളിൽ കറണ്ട് കാണത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ രാവിലെ അരി വെള്ളത്തിയിട്ടാൽ പിന്നെ അരയ്ക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ രാവിലെ കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. അല്ലെങ്കിൽ പിന്നെ എന്നും കപ്പ പുഴുങ്ങിയത് തന്നെ കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഇങ്ങനത്തെ കൂടുതൽ അരച്ച് വെച്ചത്. പക്ഷേ ഇന്ന് രാവിലെയാണ് അറിയുന്നത് ചിലപ്പോൾ നാളെയും മറ്റന്നാളും കാണില്ല എന്ന്. സാരമില്ല, ഞങ്ങൾക്ക് ഇതുണ്ടെങ്കിൽ പിന്നെ രാവിലെയും രാത്രിയും ഇത് തന്നെ ആയിരിക്കും. ഞാൻ മാവ് ഒരുമിച്ച് തന്നെ പുളിപ്പിച്ച ശേഷം ബാക്കി എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. എനിക്ക് ഓവർ പുളിയായിട്ടോ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. നേരത്തെ ബോംബെയിൽ വെച്ച് ഇതുപോലെ ഒരുമിച്ചെങ്ങാണോ അരയ്ക്കുമ്പോൾ വേറെ വേറെ പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു ദിവസത്തേക്ക് ആവശ്യമുള്ളത് മാത്രം പുളിക്കാനായിട്ട് പുറത്തെടുത്ത് വെക്കുമായിരുന്നു. മറ്റേ പാത്രത്തിലുള്ളത് ഇപ്പം നാളെ എനിക്ക് ഇഡലി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് വൈകിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെക്കുകയായിരുന്നു. അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പം ഇവിടെ അങ്ങനെ ഞാൻ ചെയ്യുന്നില്ല. ഒരുമിച്ച് പുളിപ്പിച്ച ശേഷം അതുപോലെ തന്നെ ബാക്കിയുള്ളത് എടുത്ത് അങ്ങ് ഫ്രിഡ്ജിൽ വെക്കും. അങ്ങനെ ഓവറായിട്ട് അങ്ങനെ പ്രശ്നമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ച് തട്ടിൽ എണ്ണ പുരട്ടി, വെളിച്ചെണ്ണയാണ് പുരട്ടി വെക്കുന്നത്. വെളിച്ചെണ്ണ പുരട്ടി ഒന്ന് ആവി വരാനായിട്ട് അടച്ചു വെച്ചതായിരുന്നു. ആവി വന്ന ശേഷമാണ് ഞാൻ അതിലേക്ക് മാവ് ഒഴിച്ചു വെക്കുന്നത്. ഇത് 3 തട്ടുണ്ട്, 13 ഇഡലി ഉണ്ടാക്കാം. എന്തായാലും ഞാനൊരു 3 ട്രിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടേ. അപ്പോൾ ഞങ്ങളുടെ പറമ്പിൽ കാഫലം തരുന്ന സംഭവം ഉണ്ടെന്ന് പറയാൻ ഈ ഒരു പപ്പായ മാത്രമേ ഉള്ളൂ. പപ്പായ എന്ന് പറയും, ഓമയ്ക്കെന്ന് പറയും. ഇത് നന്നായിട്ട് പഴുത്ത് നിൽക്കുകയാണെ. അതിനെ ഇനി പറിച്ചെടുത്തു. ഇപ്പം ഞാൻ 4-5 ഓമയ്ക്ക പഴുത്ത് പറിച്ചിട്ടുണ്ട്. അതുപോലെ തോരൻ വെക്കാനും കറി വെക്കാനും ഒക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ ചെറിയ സംഭവമായാലും നമ്മൾ പറിച്ചെടുക്കുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷമാണ്. ആ നിൽക്കുന്ന 3 തണ്ടുകൾ എന്താണെന്നറിയുമോ? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ഇട്ടില്ലേ, കൂർക്ക തീയൽ. ചീവക്കിഴങ്ങെന്ന് പറയും, കൂർക്കയെന്ന് പറയും. അതിൽ 3-4 കഷണം എടുത്ത് കുഴിച്ചിട്ടതാണ്. നന്നായിട്ട് കിളിച്ച് വന്നു. ഇതിൻ്റെ തണ്ട് ഇങ്ങനെ ഒടിച്ചൊടിച്ച് നമ്മൾ നട്ടാൽ അതിൽ കൂർക്ക പിടിക്കുമെന്നാണ് പറയുന്നത്. ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം ഞാനൊന്ന് ട്രൈ ചെയ്തിരുന്നു, ഒന്നും പിടിച്ചില്ല. അതിൻ്റെ കാരണം ഞാൻ ഒത്തിരി താഴ്ത്തിയായിരുന്നു വെച്ചിരുന്നത്. ഇത് ഒത്തിരി താഴ്ത്താതെ ഇത്തിരി മുകളിലായിട്ടൊന്ന് ഇത്തിരി മണ്ണിട്ട് വെച്ചതാ. ഇനിയിപ്പോൾ എന്തായാലും പണി കഴിഞ്ഞിട്ട് ഞാൻ തണ്ട് പിരിച്ച് നടത്തുള്ളൂ. അതുവരെ ഇങ്ങനെ തന്നെ നിൽക്കട്ടെ. ഇതിൻ്റെ തണ്ട് ഒടിച്ചൊടിച്ച് ചെറിയ ചെറിയ തണ്ടുകൾ നമ്മളിതുപോലെ കുഴിച്ചു വെച്ചാൽ അതിനടിയിലാണ് കൂർക്ക വരുന്നത്. കടല വേവിച്ചിട്ടു. ഇനി ഞാൻ സവാള വഴട്ടിയാണ് ചെയ്യുന്നത്. പല രീതിയിൽ കടലക്കറി വെക്കാറുണ്ട്. എല്ലാ ഇൻഗ്രീഡിയൻസും ഒരുമിച്ച് ചേർത്ത് വെച്ചും ചെയ്യാറുണ്ട്. ഈ രീതിയിലും ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണേലും ചെയ്യാം. വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. അതിനുശേഷം സവാളയുള്ളി ഇട്ട് നന്നായിട്ടൊന്ന് വഴട്ടാം. ഞാൻ കറിവേപ്പില കടല വേവിക്കുന്നതിനകത്ത് ഇട്ടിട്ടില്ല. ഞാൻ എപ്പോഴും
കുക്കറിനകത്ത് എന്ത് ചെയ്താലും അതിൽ തന്നെ കറിവേപ്പില ഇട്ട് ചെയ്യാറുണ്ട്. എനിക്ക് കുറേ പേര് കമന്റ് ഇട്ടിട്ടുണ്ട് അങ്ങനെ ചെയ്യരുത്, കുക്കർ അടഞ്ഞ് അത് പിന്നെ അപകടം വരും, അതിന്റെ വിസിൽ വരുന്നിടം അടഞ്ഞു പോകും. അപ്പൊ സവാള ഉള്ളി വഴറ്റാൻ നേരമാണ് ഞാൻ കറിവേപ്പില ഇടുന്നത്. പലപ്പോഴും ഞാനങ്ങ് മറന്നു പോകുന്നത് കേട്ടോ. അങ്ങനെയാണ് അറിയാതെ കുക്കറിനകത്ത് കറിവേപ്പില ഇടുന്നത്. ഇപ്പൊ സാവധാനം ആ ശീലം മാറ്റി വരുന്നു. ഞാൻ സവാള മാത്രമേ വഴറ്റുന്നുള്ളൂ കേട്ടോ. കാരണം കടല വേവിക്കാൻ നേരം അതിനകത്ത് നന്നായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടിരുന്നു. കുക്കറിൽ 4 വിസിൽ വരുത്തിയിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ കുക്കറിലും ഡിപ്പെൻഡാണ്, കടലയിലും ഡിപ്പെൻഡാണ്. അപ്പൊ സവാളയിൽ ഉപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി അത്യാവശ്യം നന്നായിട്ട് വഴണ്ടു. ഇനി അതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കണം. മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിക്കണം. അതിൻ്റെ പച്ചമണം മാറണം കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ ആ മല്ലിപ്പൊടിയുടെയൊക്കെ ഒരു പച്ചച്ചവ നമ്മുടെ കറിക്ക് ഫീലാവും. ആ മസാല നന്നായിട്ട് മൂത്ത ശേഷം ഞാൻ അതിലേക്ക് നമ്മൾ കടല വേവിച്ച വെള്ളം ഉണ്ടല്ലോ, അതിൽ നിന്നും കുറച്ച് വെള്ളമാണ് ഊറ്റി ഒഴിച്ചിരിക്കുന്നത്. അതൊഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി, അല്ലാതെ പ്രത്യേകിച്ച് പർപ്പസ് ഒന്നുമില്ല. മിക്സ് ചെയ്ത ശേഷം ഈ പാത്രം ചെറുതായതുകൊണ്ട് ഞാൻ ആ കുക്കറിൽ തന്നെയാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. അതിലേക്ക് ആ മസാല വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് കടലയുമായിട്ടൊക്കെ ഈ മസാലയൊന്ന് പിടിക്കണം. അതാണ് പറഞ്ഞത്, കടല ഫുള്ള് വേവിക്കരുത്, ഒരു 3/4 ഭാഗം വേവിച്ചാൽ മതി. ബാക്കി ഈ അരപ്പിൽ കിടന്ന് വേവണം. എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. ആദ്യമായിട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയുന്നതേ ഉള്ളൂ കേട്ടോ. നമ്മുടെ കടലക്കറി വെക്കുന്നതിന്റെ സ്പെഷ്യൽ റെസിപ്പി ഇട്ടിട്ടുണ്ട്. 1 മില്യൺ ഒക്കെ കഴിഞ്ഞ വീഡിയോ ആണത്. ഒത്തിരി പേര് ട്രൈ ചെയ്തതാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ സവാള വഴറ്റുമ്പോൾ അതിനകത്ത് തേങ്ങാക്കൊത്ത് കൂടി ഇട്ടാലും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കറിക്ക്. അപ്പോൾ കറിക്ക് കൊഴുപ്പ് കിട്ടാനായി ഞാൻ ചെയ്യുന്നത് ഇതിൽ നിന്ന് തന്നെ കുറച്ച് കടല എടുത്ത് നല്ലതുപോലെ ഒന്ന് സ്പൂൺ വെച്ച് തന്നെ ഉടച്ചെടുത്തതാണ്. അപ്പോൾ നമ്മുടെ കറിക്ക് കൊഴുപ്പ് കിട്ടും. പ്രത്യേകിച്ച് വേറെ കൊഴുപ്പിനായിട്ട് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കറിക്ക് കൊഴുപ്പില്ല എന്നുള്ള പരാതിയുമില്ല, ടേസ്റ്റ് ഇല്ല എന്നുള്ള പരാതിയുമില്ല. ഇതൊക്കെ എല്ലാ വീട്ടമ്മമാരുടെയും ടിപ്പാണ് കേട്ടോ. അതിനുശേഷം ഒന്ന് കടു താളിക്കണം. ഞാൻ പൊതുവെ കടു താളിക്കാറില്ല, പക്ഷെ ഇന്ന് പുറത്തുള്ളവർക്ക് വേണ്ടി കൊടുക്കാനാണല്ലോ. അപ്പോൾ കടു താളിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് എന്തായാലും വരും. കടു താളിക്കാനായിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ച ശേഷം കൊച്ചുള്ളി ഉണ്ടെങ്കിൽ അത് തന്നെ ഇടണം. എന്നിട്ട് വറ്റൽമുളകും ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് മൂക്കുമ്പോൾ നമ്മുടെ കറിയിലേക്ക് ഒഴിക്കാം. അപ്പോൾ കടലക്കറി റെഡിയായി. ഇനി എനിക്ക് ചായ ഇടണം. 10 മണിക്ക് മുമ്പ് തന്നെ കാപ്പി കൊടുക്കാനുള്ള എല്ലാം റെഡിയാക്കണം. ഇന്നലെ ഇത്തിരി ലേറ്റായി പോയി കപ്പ വേവിച്ച ദിവസം. ഇന്ന് ഏതായാലും ഇപ്പോൾ 9:30 ആയിട്ടേ ഉള്ളൂ. ഇനി ചായയും കൂടി ഇട്ടാൽ മതി. ഉടൻ തന്നെ അവർക്ക് കാപ്പി കൊടുക്കാം. അപ്പോൾ ഇഡലിയും ചായയൊക്കെ കൊടുത്തു കഴിഞ്ഞു. എൻ്റെ രാവിലത്തെ ആ ഒരു സംഭവങ്ങളെല്ലാം ഓക്കെ ആയി. ഇനി ഉച്ചക്കത്തേക്ക് ഒരു തട്ടിക്കൂട്ടെന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങളിപ്പോൾ വേണമെങ്കിൽ പറയും തട്ടിക്കൂട്ടിൻ്റെ ഉസ്താദാണ് വെൻസി ചേച്ചിന്ന്. സത്യമാണ് കേട്ടോ. പക്ഷേ തട്ടിക്കൂട്ടാണെങ്കിലും സംഭവം ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കണം, അത് നിർബന്ധമാണല്ലോ. അപ്പോൾ ഞാനിടുന്ന റെസിപ്പികൾ തട്ടിക്കൂട്ടാണെന്ന് ഞാൻ തന്നെ പറയുന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. അതുപോലുള്ളൊരു സംഭവമാണ് ഇന്നും നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ വ്ളോഗിലൊക്കെ എനിക്ക് 1-2 കമൻറ്റ് വന്നായിരുന്നു, ക്ലാരിറ്റി കുറവാണ് ചേച്ചി, ഒന്ന് ശ്രദ്ധിക്കണേ, ബ്ലർ ആവുന്നുണ്ടോന്ന്. അപ്പോൾ ആദ്യം എനിക്ക് ക്ലാരിറ്റി കുറവാന്ന് പറഞ്ഞ ആളിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഇല്ല, നല്ല രീതിയിലാണ് ചെയ്യുന്നത്, ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്ന വീഡിയോകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു. അപ്പോൾ എനിക്കും അത്ര ഇതായിട്ട് തോന്നിയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും നല്ല രീതിയിൽ ഒന്ന് ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത് ശരിയാണ്, ചെറിയൊരു മഞ്ഞ് പോലൊക്കെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ ക്യാമറയുടെ ഒരു ഓപ്ഷൻ മാറിക്കിടക്കുകയായിരുന്നു. അപ്പോൾ അത് എങ്ങനെ മാറുന്നതെന്ന് എനിക്കറിയത്തില്ല. തന്നെ മാറുന്നതല്ലേ, എന്തായാലും കൈ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ കൊള്ളുമ്പോൾ മാറുന്നതായിരിക്കും. അപ്പോൾ ഇന്നലെ ഇട്ട വീഡിയോയിലും ഇന്നത്തെ വീഡിയോയിലും നിങ്ങളൊന്ന് പറയണേ, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോന്ന്. ഇടയ്ക്ക് എന്തെങ്കിലും കൈ തട്ടി മാറ്റം വന്നപ്പോൾ ഞാൻ അറിയത്തില്ലെന്നേ, ചിലപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത്. അപ്പോൾ അതൊക്കെ പോട്ടെ. ഇന്നത്തെ നമ്മുടെ ഡിഷ് എന്ന് പറയുന്നത്, നമ്മുടെ കയ്യിൽ ബാലൻസ് ചോറുണ്ടെങ്കിൽ അതും കൊണ്ട് ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ ബസ്മതി റൈസ് ഉണ്ടെങ്കിൽ അതും കൊണ്ട് ചെയ്യാം. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എന്താ പറയുന്നത്, ഗാർലിക് റൈസ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഭയങ്കര ടേസ്റ്റിയാണ് സംഭവം. സൈഡ് ഡിഷായിട്ട് തീർച്ചയായിട്ടും ചിക്കൻ തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ എന്താ ഗാർലിക് റൈസ്, അതായത് വെളുത്തുള്ളി കൊണ്ടുള്ള ചോറെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും വെളുത്തുള്ളി തന്നെയാണ് നമുക്ക് കൂടുതൽ വേണ്ടത്. വെളുത്തുള്ളി നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ്. അത് എണ്ണയിലൊക്കെ ഇട്ട് മൂപ്പിച്ചെടുക്കുമ്പോൾ ഉണ്ടല്ലോ, റൈസിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്ത ഒരു പ്രാവശ്യങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഞാനിപ്പോൾ സൈഡ് ഡിഷായിട്ട് എടുക്കുന്നത് കുറച്ച് ചിക്കനാണ്, ഒത്തിരി ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം, അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ അത്രയും സമയം അത് മാരിനേറ്റ് ആയിട്ട് ഇരിക്കുമല്ലോ. അപ്പോൾ ഇതിപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്, 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്,
1/4 ടീസ്പൂൺ മുളക് പൊടി. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. വലിയ കഷ്ണങ്ങളൊക്കെ ഞാനൊന്ന് വരഞ്ഞിട്ടുണ്ട്. ഒരു സിമ്പിൾ ചിക്കൻ ഫ്രൈ. മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുറച്ച് കോൺഫ്ലോർ. ഇതില്ലാന്നുണ്ടെങ്കിൽ മൈദയും ചേർക്കാം കേട്ടോ. ഒന്ന് ക്രിസ്പി ആവാൻ വേണ്ടിയാണേ. ഇളക്കി നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ 2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിനൊരു ചൈനീസ് ടേസ്റ്റ് വേണം എന്നുണ്ടെങ്കിൽ മാത്രം സോയാ സോസ് ചേർക്കാം. ഒരു 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്തിട്ട് കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും ഇരുന്നാൽ അത്രയും നല്ലത്. അപ്പം ഞാനിപ്പോൾ അരമണിക്കൂറൊന്നും വെക്കുന്നില്ല. നമ്മുടെ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്ന അത്രയും സമയം. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ചിക്കൻ ഫ്രൈക്ക്. ലാസ്റ്റിൽ ലേശം എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത്. ഇനി നമുക്കിത് അടച്ചു വെക്കാം. ബാക്കി കാര്യങ്ങൾ ചെയ്യാം. നോർത്ത് ഇന്ത്യൻസിന്റെ വീട്ടിൽ നമ്മൾ നോക്കിയാൽ മിക്കവാറും അവർ നിൽക്കുന്ന നിപ്പിലായിരിക്കും മസാല റൈസ് ഉണ്ടാക്കുന്നത്, ഗാർലിക് റൈസ് ഉണ്ടാക്കുന്നത്. അതല്ലെങ്കിൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന കുട്ടികളൊക്കെ മിക്കവാറും ഉച്ചയ്ക്ക് കപ്പലണ്ടിയൊക്കെ ഇട്ടിട്ട് ഒരു റൈസ് ഉണ്ടാക്കും. അതായിരിക്കും കൊണ്ടുവരുന്നത്. പീനട്ട് റൈസ് ഭയങ്കര ടേസ്റ്റിയാണ് സംഭവം. അപ്പോൾ തലേന്നത്തെ ചോറും കൊണ്ടാണ് ഇവരിത് പിറ്റേന്ന് ഉച്ചക്കത്തേക്ക് ലഞ്ചിനെ കൊണ്ടുവരുന്നത്. അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് അറിയോ? നമ്മൾ ഈ ചോറിന് വെള്ളയരി, ചുമന്നരിയൊക്കെ യൂസ് ചെയ്യുന്നില്ല. അതിന് പകരം നോർത്ത് ഇന്ത്യൻസ് കൂടുതലും ബസ്മതി അരിയാണ് ചോറ് വെക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ബാക്കിയായിരിക്കും ഫ്രിഡ്ജിൽ വെക്കുന്നത്. അപ്പോൾ നമുക്കും ഇങ്ങനെയുള്ള റൈസുകളൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം ബാസ്മതി റൈസ് തന്നെ വേണമെന്നില്ല. ഞാൻ നമ്മുടെ സാധാ ചോറിൽ മസാല ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനും ലഞ്ചിന് കൊണ്ടുപോകുമ്പോൾ ഇതുപോലെ കപ്പലണ്ടിയൊക്കെ ഇട്ട് ആ റൈസിനകത്ത് തക്കാളി ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ലെമൺ റൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്, കപ്പലണ്ടി ഇട്ട് ഉണ്ടാക്കി കൊണ്ടുപോയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ റൈസിൽ നമുക്ക് ചെയ്യാം കേട്ടോ, ഒരു കുഴപ്പവും ഇല്ല. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ. ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ എപ്പോഴും നമ്മുടെ ഫ്രിഡ്ജിൽ ഇച്ചിരി ബസ്മതി ചോറ് റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെയൊക്കെയുള്ള തട്ടിക്കൂട്ട് റൈസുകൾ ഉണ്ടാക്കാം. പ്രത്യേകിച്ച് എക്സ്ട്രാ കൂട്ടാൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ റൈസിന് വേണ്ടി ഞാൻ എടുക്കുന്നത് ഇന്നലത്തെ ചോറ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. ഇന്നലെ ഉണ്ടാക്കിയ ചോറ് ബാക്കിയിരുന്നതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു ടേസ്റ്റി ആയിട്ട് തോന്നുന്നില്ല എങ്കിൽ ബാസ്മതി ചോറ് വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ച ശേഷം അത് തണുത്തിട്ട് നമുക്ക് ഈ റൈസിന് വേണ്ടി യൂസ് ചെയ്യാം. നമ്മൾ ഈ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാൻ പറയുന്നതെന്ന് പറയുന്നത്, അതായത് ചോറ് ഒട്ടിപ്പിടിക്കത്തില്ല, ഒന്നിലൊന്നേലും ഒട്ടാതെ നമുക്ക് നല്ല എന്താ പറയുന്നത് മണിമണി പോലുള്ള റൈസ് കിട്ടും. അതിന് വേണ്ടിയാണ് ഈ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിക്കാൻ പറയുന്നത്. ഇനി അതെല്ലാം നിങ്ങൾ വേവിച്ച ചോറ് അല്പം വെന്ത് പോയി എന്ന് സംശയമുണ്ടെങ്കിലും ഇതുപോലെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ വലിയ പ്രോബ്ലം വരത്തില്ല കേട്ടോ. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലാണ് ഒഴിക്കുന്നത്. ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്ത് ഓയിൽ വേണമെങ്കിലും എടുക്കാമേ. ഞാൻ ഈ അടുത്തിടെ ഇറ്റാലിയൻ ഡിഷ് അതുപോലെ മെഡിറ്ററേനിയൻ ഡിഷുകളുടെയൊക്കെ വീഡിയോ കാണുമ്പോഴേ അതിനകത്ത് എല്ലാ കുക്കിങ്ങിനും അവരെടുക്കുന്നത് ഈ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലാണ്. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായ ശേഷം തീരെ കുറയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടിയായിട്ടരിഞ്ഞ് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് അളവ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ഈ സ്പൂണിനകത്ത് ഇടുന്നത്. അപ്പോൾ ഈ സ്പൂണിന് ഏകദേശം 4 ടേബിൾ സ്പൂൺ. അപ്പോൾ തീ കൂട്ടിയിട്ട് കരിക്കരുത്, ചെറു തീയിൽ കിടന്ന് ഇതൊന്ന് ഫ്രൈ ആവട്ടെ. അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിൻ്റെ ആ ഫ്ലേവറൊക്കെ ആ എണ്ണയ്ക്കകത്ത് ഇറങ്ങി നന്നായിട്ട് ഫ്രൈ ആവും. തീ കൂട്ടിയിട്ടാൽ വെളുത്തുള്ളിയുടെ ഗുണം എണ്ണയ്ക്കകത്ത് ഇറങ്ങില്ല, അതുപോലെ തന്നെ കരിഞ്ഞു പോകത്തേ ഉള്ളൂ. ഇപ്പോൾ ഇതാ കണ്ടോ, വെളുത്തുള്ളി നന്നായിട്ട് കളറ് മാറി ചുമന്ന കളറ് വന്നു. ഇപ്പം തന്നെ നമുക്ക് കോരി മാറ്റാം, അതല്ലെന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകുമേ. ഇനി ബാക്കിയുള്ള അതേ എണ്ണയിലേക്ക് തന്നെ ഒരു ഇത്തിരി, അതായത് ഒരു 1/4 ടീസ്പൂൺ കാണും ഇഞ്ചി കൊത്തി അരിഞ്ഞതും, ഒരു 3 പച്ചമുളക് എരി അനുസരിച്ചെടുക്കാം. ഇനി അതല്ല ഈ റൈസിന് നിങ്ങൾക്ക് ഒട്ടും സ്പൈസി വേണ്ട എന്നുണ്ടെങ്കിൽ മുളക് ചേർക്കുകയും വേണ്ട. ഞാനിവിടെ ചിക്കൻ എടുത്തു ഇപ്പോൾ കരുതി ഇതിന് ചിക്കൻ തന്നെ വേണമെന്നില്ല. നിങ്ങൾക്ക് മുട്ട വേണമെങ്കിൽ ചിക്കി ഇട്ടിളക്കുകയും ചെയ്യാമേ റൈസിനകത്ത്. പിന്നെന്താ, ഗാർലിക് റൈസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആ വെളുത്തുള്ളിയുടെ ഒരു ടേസ്റ്റ് ആയിരിക്കണം മുമ്പിട്ട് നിൽക്കേണ്ടത്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1 പിടി ബീൻസ് അരിഞ്ഞത്, ഒരു ചെറിയ ക്യാരറ്റും. അപ്പോൾ ഇതധികമില്ല, ഈ സൂം ചെയ്തത് കൊണ്ടാണ് ഇത്തിരി കൂടുതലായിട്ടൊക്കെ തോന്നിക്കുന്നത്. വെജിറ്റബിൾസ് നമുക്കിതിന് അധികം വേണ്ട, ജസ്റ്റ് ഇടയ്ക്ക് ഒരു കളർ കിട്ടാൻ ഒരു ഭംഗിക്കും വേണ്ടി ഇടുന്നുവെന്നേ ഉള്ളൂ.
വെജിറ്റബിൾസ് ഒന്നും ഇടാതെയും ഇത് ചെയ്യാം. കറിവേപ്പില, മല്ലിയില ഇഷ്ടമാണെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കാം. റൈസ് ഉപ്പിട്ടാണ് വേവിച്ച് വെച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഇവിടെ ഉപ്പ് ചേർക്കാവൂ. വെജിറ്റബിൾസ് ഇട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് ഇളക്കണേ. അപ്പോൾ ഇത് ഒരു അരഭാഗം വെന്തു, അത്രയും മതി. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്, ഇത് ഇന്നലെ വേവിച്ച ചോറ് ബാക്കി വന്നതാണ്. നമ്മുടെ റേഷൻ കടയിലെ സാധാ വെള്ളയരി ഇല്ലേ, അതാണ് എടുത്തിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം റേഷൻ അരി കൊണ്ട് പുലാവ് ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടപ്പോൾ പലർക്കും സംശയം വന്നു, റേഷൻ അരി പച്ചരിയാണോ എടുത്തത്, അതായത് ഇഡലി ദോശ ഉണ്ടാക്കുന്ന അരിയാണോ മറ്റേ അരിയാണോ സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ ഇഡലി ദോശയുടെ അല്ല, നമ്മൾ സാധാ ചോറ് വെക്കുന്ന വെള്ളയരി ഉണ്ടല്ലോ, അതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കുറച്ച് ഞാൻ കവർ ഫോട്ടോയ്ക്കൊന്ന് മാറ്റി വെക്കുവാണേ. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഉള്ളിത്തണ്ട്, അതായത് സ്പ്രിംഗ് ഓണിയൻ. പിന്നെ നമുക്കിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇച്ചിരി തീ കൂട്ടിയിട്ടേരെ. ഈ ചോറ് നന്നായിട്ടൊന്ന് ചൂടാവണം. തണുത്ത ചോറല്ലേ. ചോറ് അധികം വേവിക്കാതെ എടുക്കണേ, കുഴഞ്ഞു പോയാൽ നമുക്ക് ഈ റൈസ് കറക്റ്റായിട്ട് കിട്ടില്ല. ഇളക്കി യോജിപ്പിച്ച ശേഷം ഇത്തിരി നേരം ഒന്ന് ചെറു തീയിലിടണം, അതിനകത്തുനിന്ന് ആവി വരട്ടെ. സോയാ സോസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്യാമേ. ഒരു ടേബിൾ സ്പൂൺ. കണ്ടോ, ഇപ്പം നന്നായിട്ട് ആവി വരാൻ തുടങ്ങി. എന്നത്തെയും പോലെ ഇന്ന് നല്ല മഴക്കോളുണ്ട്, ഒരു ഇത്തിരി പോലും വെയിലില്ല. നല്ല മഴക്കോള്, കാർമേഘം മൂടിക്കെട്ടി നിൽക്കുക. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാൻ വെക്കാം. അതിന് ശേഷം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒത്തിരി വേണ്ട കേട്ടോ, ഒരു ടേബിൾ സ്പൂൺ പോലും ഞാൻ ഒഴിച്ചിട്ടില്ല. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം വലിപ്പമുള്ള പീസായതുകൊണ്ട് ടൈം എടുക്കും വേവാനായിട്ട്. തീ കൂട്ടിയിട്ടാൽ കരിഞ്ഞു പോത്തേ ഉള്ളൂ. ചെറു തീയിൽ തിരിച്ചും മറിച്ചുമിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ദാ നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇതിൽ കളറ് നിങ്ങൾക്ക് കരിഞ്ഞതുപോലാണോ തോന്നുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷേ അത് അങ്ങനെയല്ല കേട്ടോ. ഇതേ കണ്ടോ, നമ്മുടെ ആ കോട്ടിങ് ഉണ്ടല്ലോ, അതിൻ്റെയാണ് ആ കളർ ചേഞ്ച്. ഞാൻ പറഞ്ഞില്ലായിരുന്നു നല്ല മഴക്കോളുണ്ടെന്ന്. കറക്റ്റ് ഉച്ചയാവുന്നതിന് മുമ്പ് തന്നെ മഴ തുടങ്ങി. ഇടയ്ക്ക് പെയ്യും തോരും. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ഇന്നത്തെ ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ഇടാൻ മറക്കരുത്. എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അതും നിങ്ങൾ പറയാൻ മടിക്കരുത്. വീണ്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ട വ്ളോഗുമായി ഞങ്ങൾ ഉടൻ വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലെസ് യു.